+1 സയൻസിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര A+ വേണം എന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണല്ലേ. യെസ്, അപ്പോൾ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഷെമീൻ സാർ വന്നിട്ടുള്ളത്. സയൻസിൻ്റെ കേസിൽ മാത്രമല്ല, കൊമേഴ്സിന് എത്ര A+ വേണം, ഹ്യൂമാനിറ്റീസിന് എത്ര A+ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും എന്ത് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കി വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ +1ലേക്ക് പോവുകയാണ്, SSLC അല്ല, ഇനി +1ലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് പുതിയതായിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചതിൻ്റെ ഒരു 4 മടങ്ങ് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, +1ൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ സയൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ നമ്മുടെ അഗ്നി ബാച്ചിലേക്ക്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സയൻസ് സബ്ജക്റ്റുകൾക്ക് എല്ലാം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ റെക്കോർഡഡ് ലേണിംഗ് വീഡിയോസ് അവൈലബിൾ ആണ്. PDF ക്ലാസ് നോട്ടുകൾ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, എക്സാമിന് റിവിഷൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ PYQ വീഡിയോ സൊല്യൂഷൻസ്, PYQ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി മുതൽ +1ലും +2ലും ആശ്രയിക്കാൻ പറ്റില്ല. പക്ഷേ PYQ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 90% മാർക്കിലേക്ക് എന്തായാലും എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, 90%, 90% മാർക്കിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഈ PYQ വീഡിയോ സൊല്യൂഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ PYQ വീഡിയോ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് അവൈലബിൾ ആണ്. ചാപ്റ്റർ വൈസ് എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ നമ്മൾ ബാച്ചിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാച്ചിൻ്റെ ഫീ വരുന്നത് വെറും 4999 രൂപയാണ്. നേരത്തെ കണ്ടത് നമ്മുടെ ബുക്ക് സെറ്റിൻ്റെ പേജ് കേട്ടോ. ബുക്ക് സെറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബെസ്റ്റ് ബുക്ക് സെറ്റാണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബുക്ക് സെറ്റിൻ്റെ സഹായത്തോടെ പഠിക്കാൻ വേണ്ടി പറ്റും. ബുക്ക് സെറ്റിൻ്റെ പ്രൈസ് 1530 രൂപയാണ്. അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ബുക്ക് സെറ്റിൻ്റെ സഹായത്തോടെ, നമ്മുടെ ബാച്ചിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ +1ൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാം. സയൻസിന് മാത്രമല്ല, കൊമേഴ്സിനും നമ്മൾ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജ്വാല എന്നാണ് ബാച്ചിൻ്റെ പേര്. സെയിം ഫീച്ചേഴ്സ്, ലൈവായിട്ട് പഠിക്കാം, റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ടാവും. അതുപോലെ തന്നെ PYQ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മുടെ കൊമേഴ്സിൻ്റെ ബുക്ക് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 1210 രൂപയാണ്. അതുപോലെ തന്നെ ബാച്ച് ഫീ വരുന്നത് സെയിം തന്നെ കേട്ടോ. അതായത് നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഫീ തന്നെയാണ്, 4999 രൂപ തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ കാര്യം ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യണം. ട്യൂഷൻ എന്തായാലും നിർബന്ധമാണ്, സയൻസ് എടുക്കുന്നവർക്ക് പ്രത്യേകിച്ചും. എല്ലാവർക്കും ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്ന എക്സാമിനറുടെ ബാച്ചുകൾ തന്നെയാണ്. അപ്പോൾ ജോയിൻ ചെയ്തവരൊക്കെ എന്ത് ചെയ്യുക, ഒരു ഹാർട്ട് ഇമോജിയുടെ താഴെ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ 7592092021 എന്ന നമ്പറിലോ 22 എന്ന നമ്പറിലോ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ ഒരു വിഷയത്തിലേക്ക് വരാം. അതായത് എത്ര A+ ഉണ്ടെങ്കിലാണ് നമുക്ക് സയൻസിന് അഡ്മിഷൻ കിട്ടുക. ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇവിടെ 3 സ്കൂളുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓരോ സ്കൂളിൻ്റെയും +2ലെ വിജയശതമാനം വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെ ചില സ്കൂളുകൾ ഉണ്ടാവാം, സാങ്കല്പികമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പരിസരത്തുള്ള സ്കൂളുകളാവാം. അപ്പോൾ 3 സ്കൂളുകൾ. അതിൽ ഒന്നാമത്തെ സ്കൂളിൽ 90% വിജയശതമാനം, അതായത് സയൻസിൽ. ഓക്കെ, സയൻസിൽ 90% വിജയശതമാനം. അതായത് 100 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികൾ അവിടെ പരാജയപ്പെടുന്നുണ്ട് എന്നർത്ഥം. 100 കുട്ടികൾ ആ ബാച്ചിൽ, ആ സ്കൂളിൽ സയൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ 10 കുട്ടികൾ പരാജയപ്പെടുന്നുണ്ട്. 90% അവിടുത്തെ വിജയശതമാനം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു സ്കൂള്. രണ്ടാമത്തെ സ്കൂള് 95%. ഓക്കെ, 95%. അതായത് 100 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികൾ എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു രണ്ടാമത്തെ സ്കൂള്. മൂന്നാമത്തെ സ്കൂള് 100% വിജയം. 100% വിജയം. അതുപോലെ തന്നെ ഇവിടെ പഠിച്ചിട്ടുള്ള 100 കുട്ടികളിൽ ഒരു 80 കുട്ടികൾക്കും എന്തുണ്ട്, 80 കുട്ടികൾക്കും A+ ലഭിക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഒരു 40 കുട്ടികൾക്ക് A+ ലഭിക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഒരു 10 കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത്, A+ ലഭിക്കുന്നത് എല്ലാ സബ്ജക്റ്റിനും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 സ്കൂളുകളുണ്ട്. നിങ്ങൾ ഏത് സ്കൂളായിരിക്കും ചൂസ് ചെയ്യുക? ഏത് സ്കൂളായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? ഉറപ്പായിട്ടും നിങ്ങൾ മൂന്നാമത്തെ സ്കൂളിലേക്ക് പോകൂലേ? ഇതാണ് നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രക്രിയയിലും സംഭവിക്കുന്നത്. നമ്മൾ ഏറ്റവും നല്ല സ്കൂള് നമ്മളെല്ലാവരും ചൂസ് ചെയ്യും. നമ്മൾ മാത്രമാണോ അപേക്ഷിക്കുന്നത്? അല്ല, നമ്മുടെ ആ പഞ്ചായത്തിൽ, അല്ലെങ്കിൽ ആ ഒരു താലൂക്കിൽ, അല്ലെങ്കിൽ ആ ഒരു ജില്ലയിൽ, അല്ലേ, ആ ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ചില സ്കൂളുകൾ ഉണ്ടാവും. ആ സ്കൂളുകളിലേക്കായിരിക്കും എല്ലാവരും എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കുക. ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ തന്നെ ഉണ്ടാവും ഒരുപാട്. ഈ സ്കൂളിൽ 2 സയൻസ് ബാച്ചാണ്, അതായത് ഒരു 120 സീറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക.
10ാം ക്ലാസ്സിൽ ഈ സ്കൂളിൽ നിന്ന് തന്നെ എത്ര കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവും മേ ബി. അതായത് ഈ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ഇത് +2 വരെയുള്ള ഒരു ഹൈസ്കൂൾ അടക്കമുള്ള ഒരു സ്കൂളാണെന്ന് വിചാരിക്കുക. ഈ ഒരു സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ചിലപ്പോൾ 1000-ഓടടുത്ത് കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവാം. അതിൽ തന്നെ ചിലപ്പോൾ ഒരു 110 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയ ഒരു സ്കൂളാവാം അല്ലേ? അങ്ങനെ ആവാം. 110 ഇപ്പോൾ ഒരു നമ്പറേ അല്ല. പല സ്കൂളുകളിലും 150 അല്ലെങ്കിൽ 200 കുട്ടികൾക്കൊക്കെ ഫുൾ A+ കിട്ടുന്ന എന്താ പറയുക സ്കൂളുകൾ നമ്മുടെ ചുറ്റുവട്ട പരിസരത്തുണ്ട് അല്ലേ? അപ്പോൾ സ്കൂളുകളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 110 ഫുൾ A+ കിട്ടിയ കുട്ടികളെല്ലാവരും ഈ സ്കൂളിലേക്ക് എന്തായാലും അപ്ലൈ ചെയ്യും. പിന്നെ ബാക്കിയുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ വെറും 10 സീറ്റാണ്. അപ്പോൾ സെയിം സ്കൂളിൽ നമുക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ 3ാമത്തെ സ്കൂളാണ്. ഈ വിജയ ശതമാനം കുറഞ്ഞ ഈ സ്കൂൾ എന്ത് ചെയ്യൂല, ചൂസ് ചെയ്യൂല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ A+ ഫുൾ A+ ഉണ്ടെങ്കിൽ പോലും ഈ 3ാമത്തെ സ്കൂളിൽ നമുക്ക് സീറ്റ് കിട്ടാൻ പ്രയാസമാണ് അല്ലേ? ഇവിടെ 2ാമത്തെ സ്കൂളിലേക്ക് വരികയാണെങ്കിലോ, ഇവിടെ 2ാമത്തെ സ്കൂളിൽ ചിലപ്പോൾ ഒരു 9 A+ അല്ലെങ്കിൽ ഒരു 8 A+ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ സയൻസിന് സീറ്റ് കിട്ടാം. സയൻസിന് 2ാമത്തെ സ്കൂളിൽ സീറ്റ് കിട്ടാം അല്ലേ? യെസ്. പക്ഷേ ഈ സ്കൂള് 1ാമത്തെ സ്കൂളിൽ ചിലപ്പോൾ A+ ഒന്നും വേണ്ടി വരില്ല അല്ലേ? അവർക്ക് സയൻസ് പഠിക്കണം എന്നാണോ, നീ ഇങ്ങോട്ട് പോരടാ അല്ലേ? അപ്ലൈ ചെയ്താൽ സയൻസിന് സീറ്റ് കിട്ടുന്ന സ്കൂളുകൾ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡ് അതുപോലെ ആയിരിക്കുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് ഈ ഒരു സയൻസിന് സീറ്റ് കിട്ടുമോ, എത്ര A+ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു മെയിൻ പ്രധാന ഘടകം എന്ന് പറയുന്നത് ആ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡാണ്, ആ സ്കൂളിൻ്റെ റിസൾട്ടാണ്. ഓക്കെ, അതാണ് മെയിൻ പോയിന്റ്. നിങ്ങൾ ഏത് സ്കൂളിലാണോ അപ്ലൈ ചെയ്യുന്നത്, ഡിമാൻഡ് ഉള്ള സ്കൂളാണെങ്കിൽ അവിടെ കിട്ടാൻ കുറച്ച് പണിയുണ്ടാവും. ഓക്കെ, ഇനി ഫുൾ A+ ഉണ്ടെങ്കിലും മാത്രം പോരാ. ഫുൾ A+ ഉണ്ടെങ്കിൽ മാത്രം പോരാ, കുറേ ബോണസ് പോയിന്റുകളും ഉണ്ട്. ഈ ബോണസ് പോയിന്റുകൾ എന്തൊക്കെയാ? സെയിം സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 2 പോയിന്റ് കിട്ടും. സെയിം ലോക്കൽ ബോഡി, അതായത് സെയിം ഗ്രാമപഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണെങ്കിൽ 2 പോയിന്റ് കിട്ടും. ഓക്കെ, സെയിം താലൂക്ക് ആണെങ്കിൽ 1 അല്ലെങ്കിൽ 2 കിട്ടും. അതെന്താ 1 അല്ലെങ്കിൽ 2? 1 പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ബോഡിയിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്, ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിട്ടും നമ്മൾ മറ്റൊരു പഞ്ചായത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 പോയിന്റ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ പഞ്ചായത്തിൽ എന്തില്ല, ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ല, അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ പഞ്ചായത്തിലില്ല, നമുക്ക് മറ്റൊരു പഞ്ചായത്തിൽ അപേക്ഷയെ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ അത് സെയിം താലൂക്ക് ആണെങ്കിൽ നമുക്ക് 2 പോയിന്റ് കിട്ടും. ഓക്കെ, യെസ്. അടുത്തത് നമ്മൾ SSLC സ്റ്റുഡൻസ് ആണെങ്കിൽ 3 പോയിന്റ് കിട്ടും. അതായത് CBSEക്കാർക്കോ ICSEക്കാർക്കോ ഒന്നും കിട്ടാത്ത ഒരു പ്ലസ് പോയിന്റ് SSLC ഗ്രേഡിംഗ് സിസ്റ്റം നമ്മുടെ SCRT അതിൽ എഴുതിയിട്ടുള്ള പാസ്സായിട്ടുള്ള മക്കളാണെങ്കിൽ 3 പോയിന്റ് കിട്ടും. ലിറ്റിൽ കൈറ്റ്സ്, അതാണ് CBSEക്കാർക്ക് നല്ല A1 ഒക്കെ ഉണ്ടായിട്ടും സീറ്റ് കിട്ടാത്ത ഒരവസ്ഥ വരാനുള്ള ഒരു മെയിൻ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ബോണസ് പോയിന്റ് അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, CBSEക്കാർ നല്ല മാർക്കുള്ള മക്കളുണ്ടാവും, പക്ഷേ അവർക്ക് വിചാരിച്ച സ്കൂളിൽ ചിലപ്പോൾ കിട്ടാറില്ല, സയൻസിനൊന്നും കിട്ടാറില്ല. ഓക്കെ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾക്ക് പോലും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ആൾ CBSE ആയിരുന്നു, പക്ഷേ +1 സീറ്റ് കിട്ടാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. ഓക്കെ, 3ാമത്തെ അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, പിന്നെ ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണെങ്കിൽ 1 ബോണസ് പോയിന്റ് കിട്ടും. NCC അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതുപോലെ SPC സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് അല്ലേ, ഇതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 2 മാർക്ക്. രാജ്യ പുരസ്കാരം അതുപോലെ തന്നെ രാഷ്ട്ര പുരസ്കാരം, ആ പുരസ്കാരം ലഭിച്ചവർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ചിൽഡ്രൻ ഓഫ് സോൾജേഴ്സ് അല്ലേ, നമ്മുടെ ജവാന്മാരുടെ മക്കളാണെങ്കിൽ 3 പോയിന്റ് കിട്ടും. ചിൽഡ്രൻ ഓഫ് എക്സ് സർവീസ്മെൻ ആണെങ്കിൽ 3 പോയിന്റ് കിട്ടും. ചിൽഡ്രൻ ഓഫ് സോൾജേഴ്സ് ഹു ലോസ് ദെയർ ലീവ്സ് ഇൻ ദെയർ ലൈൻ ഓഫ് ഡ്യൂട്ടി, അതായത് നമ്മുടെ ജോലിയിലിരിക്കെ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കളാണെങ്കിൽ അല്ലേ, അവർക്ക് 5 പോയിന്റും കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബോണസ് പോയിന്റുകൾ കൂടി ഉണ്ട്. ഇപ്പോൾ A+ ഇല്ലാത്ത കുട്ടിയാണെന്ന് വിചാരിക്കുക, A+കളുടെ എണ്ണം വളരെ കുറവാണ്, ഒരു 6 A+ അല്ലെങ്കിൽ ഒരു 5 A+ ഒക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ അവന് ഇതിൽ നിന്നും കിട്ടാവുന്ന മാക്സിമം പോയിന്റ് 10 പോയിന്റ് നേടിയിട്ടുണ്ട്. ബോണസ് പോയിന്റ് 10 പോയിന്റും ആ കുട്ടി നേടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സെയിം സ്കൂളാണ്, സെയിം പഞ്ചായത്താണ്, അതുപോലെ തന്നെ എന്താ പറയുക സെയിം താലൂക്കാണ്, SLC സ്റ്റുഡൻ്റ് ആണ്, ലിറ്റിൽ കൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ പോയിന്റും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. പിന്നെ ലിറ്റിൽ കൈറ്റ്സ്, NCC, സ്കൗട്ട്, SPC ഇതിൽ ഏതെങ്കിലും ഒന്നേ പരിഗണിക്കുള്ളൂ കേട്ടോ. നമ്മൾ ഇതിൽ 4 എന്താ പറയുക 1 അങ്ങനെ 4 പോയിന്റ്, പിന്നെ ഇവിടെ 2 അങ്ങനെ കൂട്ടൂല. ഓക്കെ, ഏതെങ്കിലും ഒന്നേ പരിഗണിക്കുള്ളൂ. അപ്പോൾ ഈ മാക്സിമം പോയിന്റ്സ് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവന് A+ൻ്റെ എണ്ണം കുറവാണെങ്കിൽ പോലും എന്ത് ചെയ്യും,
ബോണസ് പോയിന്റ് ഇത്രയും അധികം ഉള്ളതുകൊണ്ട് മാക്സിമം ഒരു കുട്ടിക്ക് 10 പോയിന്റേ കിട്ടുള്ളൂ കേട്ടോ. മാക്സിമം ഒരു കുട്ടിക്ക് 10 പോയിന്റാ കിട്ടുക. ആ 10 പോയിന്റ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ ഗ്രേഡ് ഉയരും. ഓക്കെ, അവന് കിട്ടാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ബോണസ് പോയിന്റ് ഒരു ഘടകമാണ്. അടുത്ത ഘടകം എന്ന് പറഞ്ഞാൽ WGPA എന്ന് പറഞ്ഞാൽ, ഓക്കെ, WGPA എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സയൻസ് ആണ് ചൂസ് ചെയ്യുന്നതായിരിക്കാം. നമുക്ക് കിട്ടിയ A+കൾ അല്ലേ, അത് ഏതിലൊക്കെയാണ് നോക്കണം? ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, അതുപോലെ നമ്മുടെ ബയോളജി, അതുപോലെ മാത്സ്. ഈ 4 സബ്ജക്റ്റിനാണ് വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, നമ്മൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ, അതായത് ബയോ സയൻസ് ആണെങ്കിൽ ബയോളജി, ഇനി ബയോ സയൻസ് അല്ല കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റുകൾക്ക് അവൻ എന്ത് ഗ്രേഡ് കിട്ടിയെന്നും കൂടി നോക്കും. അതായത് ഒരു കുട്ടിക്ക് എന്തുണ്ട്, 7 A+ ഉണ്ട്, 7 A+ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അവന് A+ നഷ്ടമായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 എന്ത് ചെയ്തത്, A+ നഷ്ടമായതെന്ന് വിചാരിക്കാം. അപ്പോൾ അവന് ഈ ഒരു WGPA കുറയും. കാരണം നമുക്ക് സയൻസ് എടുക്കുമ്പോൾ മാർക്ക് വേണ്ടത് ഏതിലാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഈ 4 സബ്ജക്റ്റിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് വേണം, നമുക്ക് ഈ WGPA എന്നുള്ള കാര്യത്തിൽ ആ ഒരു പോയിന്റ് കൂടി നോക്കും. ക്ലിയർ ആയില്ലേ? യെസ്. ഇനിയിപ്പോൾ നമ്മൾ കോമേഴ്സ് ഒക്കെയാണ് എടുക്കണമെങ്കിൽ സോഷ്യൽ സയൻസ് ആണ് നോക്കുക, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് ആണ് നോക്കുക, അതുപോലെ നമ്മുടെ എന്താ പറയുക അക്കൗണ്ടൻസി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരുന്നതാണെങ്കിൽ മാത്സും കൂടി നോക്കും. ഈ കൊമേഴ്സിലും മാത്സ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ മാത്സ് നോക്കും. അതുപോലെ ഇംഗ്ലീഷ് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ഗ്രേഡ് പോയിന്റ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതൊക്കെ ഈക്വലായി വരാം. 2 കുട്ടികൾ തമ്മിൽ ഭയങ്കര മത്സരം ഈ സീറ്റിന് വേണ്ടിയിട്ട്, എല്ലാം ഈക്വലായി, WGPA ഒക്കെ ഈക്വലായി. അടുത്ത പോയിന്റ് ഇംഗ്ലീഷിന് എത്ര മാർക്ക് ഉണ്ടെന്നാണ് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലാംഗ്വേജിന് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കും. അത് കഴിഞ്ഞാലാണ് ഈ നമ്മുടെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ നോക്കും. ഈവൻ നമ്മുടെ സ്പെല്ലിങ് വരെ നോക്കും, നമ്മുടെ പേര് ആൽഫബറ്റിക് ഓർഡർ വരെ ഇതിൽ നോക്കുന്നുണ്ട്. ഓക്കെ, ഒരാളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് A-യിലാണ്, ഒരാളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് S-ലാണ്, A-യിലുള്ളവനാണ് മുൻഗണന. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്നത്. അതൊക്കെ ടൈ ആയി വരുമ്പോൾ കേട്ടോ, അതായത് ഈ പോയിന്റുകളൊക്കെ ഈക്വലായിട്ട് വരുമ്പോൾ അതുവരെ നോക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ ആയില്ലേ? പിന്നെ വയസ്സിന് മൂത്തത് ആരാണോ അല്ലേ, ആരാണോ എൽഡർ അയാൾക്ക് അഡ്മിഷൻ ഏറ്റവും ആദ്യം കൊടുക്കും. ഏത് ഈ കാര്യങ്ങളൊക്കെ ടൈ ആവുമ്പോൾ. ഓക്കെ, ഈ ഒരു WGPA എല്ലാം ഈക്വലായി വരുമ്പോഴാണ് ബാക്കി ടൈ ബ്രേക്കറുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് WGPA എന്ന് പറയുന്നത്. WGPA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഓൾറെഡി ഷമീം സാർ കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വീണ്ടും ഒന്നുകൂടെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഈ WGPA കാൽക്കുലേറ്റ് ചെയ്യുന്നത് AVP + BVP ആണ്. അതായത് അക്കാദമിക് വാല്യൂ പാർട്ടും അതുപോലെ തന്നെ ബോണസ് വാല്യൂ പാർട്ടും. അതായത് നമ്മുടെ എഴുത്ത് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടി, അതുപോലെ ബോണസ് പോയിന്റ് എത്ര, ഇത് രണ്ടും കൂട്ടിയിട്ടാണ് നമ്മൾ WGPA കണക്കാക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതും ഒരു ഘടകമാണ്, ഫുൾ A+ മാത്രമല്ല. ഓക്കെ, യെസ്. പിന്നെ സീറ്റ് റിസർവേഷൻ. ചില കുട്ടികൾക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടി, എൻ്റെ അത്ര മാർക്ക് പോലും ഇല്ലല്ലോ, അവന് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടി എന്ന് പറയുന്നത് ഈ സീറ്റ് റിസർവേഷൻ കൊണ്ടാവാം. അതായത് ഓരോ സ്കൂളുകളിലും ഓരോ കമ്മ്യൂണിറ്റിക്കും ഇത്ര പെർസെൻറ്റേജ് സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ടുണ്ട്. ആ റിസർവ് ചെയ്ത സീറ്റുകളിലേക്ക് നല്ല മാർക്കുള്ള കുട്ടികളൊന്നും അപേക്ഷിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ആരാണോ അപേക്ഷിച്ച് അവർക്ക് എന്ത് ചെയ്യും, സീറ്റ് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു സ്കൂളിൽ എന്തുണ്ട്, ഒരു 10% സീറ്റ് സംവരണം ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഒരു 20 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 20 സീറ്റുകളിലേക്ക് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും അപേക്ഷകളൊന്നും പോയിട്ടില്ല, അപേക്ഷിക്കുന്നില്ല, അപേക്ഷിക്കാൻ കുട്ടികളില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കുട്ടി 3 A+ മാത്രമുള്ള ഒരു കുട്ടി എന്ത് ചെയ്തു, ഈ സീറ്റിലേക്ക് അപേക്ഷിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ കൊടുക്കും. കാരണം ആ സീറ്റുകൾ ആ കമ്മ്യൂണിറ്റിക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, ആ ഒരു സീറ്റ് കമ്മ്യൂണിറ്റിക്ക് മാത്രമുള്ളത്, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് 20 സീറ്റ് ഉണ്ടായിട്ട് അവിടേക്ക് അപേക്ഷകളൊന്നും വന്നില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക 19 സീറ്റിന് അപേക്ഷ വന്നു, നല്ല മാർക്കുള്ള 19 കുട്ടികൾ, പിന്നെ 20ാമത്തെ സീറ്റ് അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അതിലേക്ക് 3 A+ മാത്രമുള്ള ഒരു കുട്ടി എന്ത് ചെയ്തു, അപേക്ഷിച്ചു. തീർച്ചയായിട്ടും അവൻ ആ സീറ്റ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഘടകമാണ്, അത് കമ്മ്യൂണിറ്റി ബേസിലാകാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോട്ട അഡ്മിഷൻസ് ഉണ്ട് അല്ലേ, മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട ഒക്കെ പോലെയുള്ള കോട്ട അഡ്മിഷൻസ് ഉണ്ട്. സ്പോർട്സ് കോട്ട ഒക്കെ ആണെങ്കിൽ വളരെ ഈസിയാണ് കാര്യങ്ങൾ. നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. ഓക്കെ, നേരിട്ട് എനിക്ക് പരിചയമുള്ളതാണ്. ഞാനൊരു ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്യൂഷൻ സെൻറ്ററിൽ ബോക്സിംഗ് കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു. ബോക്സിംഗ്
ഓക്കെ. അപ്പോൾ ജില്ലയിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തോ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടിക്ക് പോലും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ആ സർട്ടിഫിക്കറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മാർക്ക് വളരെ കുറവുള്ള കുട്ടികൾക്ക് പോലും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോട്ട അഡ്മിഷൻസിലൂടെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അതായത് +1 സയൻസ് കിട്ടാൻ എത്ര A+ വേണം എന്നുള്ളതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് A+ൻ്റെ എണ്ണം കൂടിയാലും കൂടിയെന്ന് കരുതി അഡ്മിഷൻ കിട്ടാനോ അല്ലെങ്കിൽ കുറഞ്ഞെന്ന് കരുതി അഡ്മിഷൻ കിട്ടാതിരിക്കാനോ ഉള്ള ചാൻസ് ഒന്നുമില്ല. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളിനനുസരിച്ചിരിക്കും, നമുക്കുള്ള ബോണസ് പോയിന്റിനനുസരിച്ചിരിക്കും, നമ്മൾ ഏത് കോട്ടയിലാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നതനുസരിച്ചിരിക്കും, പിന്നെ WGPA കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്കൂളിൽ നമുക്ക് സയൻസിന് അഡ്മിഷൻ കിട്ടുമോ, കൊമേഴ്സിന് അഡ്മിഷൻ കിട്ടുമോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന് അഡ്മിഷൻ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് ഷമീം സാർ വീണ്ടും വരും. നിങ്ങൾക്ക് ഇനി ഇതേപോലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.